ഇത് നിലമ്പൂർ അറ്റാക്ക്. ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ പട്ടികൾ കുറുകെ ചാടിയതാ. ഞാൻ ഓർത്തില്ല, കന്നിമാസായിരുന്നു. ഇതെന്താ 100-ാം ദിവസം? ഹോസ്പിറ്റലിൽ 100 ദിവസം ആഘോഷിച്ച കേസല്ലേ. എന്ത് രസമായിരുന്നു അന്നൊക്കെ. കണ്ടില്ലേ ഇടവും വല്ലവും, സുശീല സാവിത്രി. ഇതാണ് ഷൊർണൂർ ഷോക്ക്. കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോ എനിക്ക് ചെരി വരും. ഇതെന്താ 45-ാം ദിവസം? 45 ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ. എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നെങ്കിൽ 50 ദിവസം വരെ പോകേണ്ട കേസാ സർ. ഈ കാണുന്നതല്ല എന്റെ ലൈഫിലെ മേജർ ആക്സിഡന്റ്സാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലൊക്കെ തട്ടിപ്പോകേണ്ടതായിരുന്നു. അല്ല, ഇതെന്താ 15-ാം ദിവസം? സർ, സത്യത്തിൽ അത് 150-ാം ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു. 15 ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദറാവൂന്ന് പേടിച്ച് എന്നെ എടുത്ത് വെളിയിൽ കളയുന്ന ഫോട്ടോയാ സർ. ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ 2 കാല് മാത്രം ഒടിഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പൊ തന്റെ കൈക്ക് എന്താ പറ്റിയത്? സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടതാ. അത് കണ്ടോണ്ട് വന്ന ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ കൈ 2 തല്ലി ഓടിച്ചു. ഇതെന്തോടോ കമ്മിങ് സൂൺ? അതെ. ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ ഫോട്ടോസ് ഒട്ടിക്കാനുള്ള സ്ഥലമാണിത്. കമ്മിങ് സോൺ. എപ്പോഴാണാവോ ഇനി ഒരു ആക്സിഡന്റ് വരുന്നത്? ഓഹോ, താനെന്തിനാ ഇത്രയും ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡ്സിൽ കയറുക എന്നതാണ് എന്റെ ലക്ഷ്യം. ഇന്നല്ലെങ്കിൽ നാളെ ഈ പാതാള ഷാജി ഒരു ഗിന്നസ് ഷാജിയായി മാറും. ഓക്കെ. ഈ ഫോട്ടോകൾ കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. താൻ ഹെൽമെറ്റ് യൂസ് ചെയ്യാറില്ലെന്ന്. സോറി സർ, എന്റെ ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട്. അത് ബിവറേജസ് ക്യൂ നിൽക്കുമ്പോ മാത്രം. ഇനിയും ആക്സിഡന്റ് പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ തുടങ്ങുന്നല്ലേ നല്ലത്. ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സർ. എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ. അഥവാ ഇനി ഒടിയാണെങ്കിൽ നേരെ ശ്രീമുരുക വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ചെന്നിട്ട് ഇങ്ങനെ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാ പോരെ. പിന്നെ എനിക്കൊരു ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ. കാന്തുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല. അതെന്താ? ശരീരം മൊത്തം കമ്പിയല്ലേ. കാന്ത് അള്ളിയിട്ട് പിടിക്കും എന്നെ. അല്ല, ഈ ആക്സിഡന്റിനൊക്കെ കേസ് കുറെ പറഞ്ഞു കാണുമല്ലോ. സോറി സർ, ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. പിന്നെ എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അധികവും എന്റെ ശിഷ്യന്മാർ. അവരെയൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഞാനല്ലേ. സാർ ഇവിടെ പുതിയതായതുകൊണ്ടാ. ഈ പാതാള ഷാജി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ ഫേമസ് അല്ലേ. അപ്പൊ ഡിപ്പാർട്ട്മെന്റിലെ വലിയ ഏമാമാരായിട്ട് നല്ല പിടിപാടായിരിക്കും അല്ലേ? നമുക്കങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാത്തം വരെ എന്റെ ശിഷ്യന്മാരാ. ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ നോ എന്നാരും പറയില്ല. ദേ എന്റെ ശിഷ്യൻ വന്നു. അങ്ങനെ ഇറങ്ങി. ഇതാണോ കട്ടബൊമ്മൻ? വണ്ടികൾക്ക് വേണ്ടി അടവയ്ക്കാനുള്ള കട്ടകൾ വെക്കുകയാണ് ഇവന്റെ ജോലി. അട പോരാതെ വരുമ്പോ കട്ടയായിട്ട് ഇവനെ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട്. സമയം കളയാതെ എന്നെടുത്ത് കിടക്കാശാനെ. ആ വക്കീൽ സാറിന്റെ പണി ഇന്ന് തന്നെ തീർക്കണം. വക്കീലിന്റെ പണി തീർത്തിട്ട് നീ എന്നെ കോടതി കയറ്റോടെ? അതല്ല, വണ്ടിയുടെ പണി തീർക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ അറിഞ്ഞില്ല. ഈ വണ്ടി കണ്ടിട്ട് നല്ല പരിചയം തോന്നുന്നു. ഇത് ഞാൻ പണിതാണോടാ? അതേടാ, നീയായിട്ട് പണി തന്ന വണ്ടി തന്നെയത്. എടാ മഹാഭാവി, ഈ കൊടിച്ചത് ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. എന്റെ ഫ്രണ്ടാ, വളരെ ഇന്റിമേറ്റ് പ്രകാശൻ. പിടിപിടി. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത് സാർ. വണ്ടി ട്രയൽ പോവാൻ നോക്ക്. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. അടുത്ത വർഷാപ്പിൽ നാളെ വിളിക്കാം. എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്തപ്പേരുണ്ട്. അതെനിക്കറിയാം. അറിയാലോ. പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട. വാ നടക്ക്. ഞാൻ നിന്നെ മനഃപൂർവ്വം ചതിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ട്? തോന്നുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ എടേ, നിന്റെ അച്ഛൻ കാലത്ത് ഇറങ്ങി വരുമ്പോ വണ്ടി എവിടെ കാണണമെന്ന് പറഞ്ഞോണ്ടല്ലേ തൽക്കാലം ഞാനൊരു നുണുക്ക് വിദ്യ ചെയ്ത് വണ്ടി അവിടെ കൊണ്ട് വെച്ചത്. അങ്ങനെ നുണക്ക് വിധി ചെയ്യാനാണെങ്കിൽ എന്തിനാ കാശ് മേടിച്ചിട്ട് പോയത്? എടേ, തൽക്കാലം നീ പറയുന്നത് ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ? അല്ല, ഞാൻ പറയണെങ്കിൽ നിനക്ക് കേൾക്കാൻ പറ്റും. പറഞ്ഞു തൊലക്ക്. എടാ, അതിന്റെ പാർട്സ് വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു വിട്ടതല്ലേ. എന്നിട്ട് എടേ, അവ ഒരു ഒടുക്കത്തെ പോക്ക് പോയിട്ട് ഇതുവരെ വന്നില്ലെന്നേ. എടേ, നിനക്കെന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ആ സിംഗപ്പൂർ ആശാനോട് നമുക്ക് ചോദിക്കാം. നീ വന്നേ. എന്താ അവിടെ ശബ്ദം കേട്ടെ? ഏയ്, അത് ഞാൻ വണ്ടിയിൽ ബ്രേക്ക് വയ്ക്കാൻ മറന്നുപോയി. ഇപ്പോഴാ ഓർത്ത്. നീ എങ്ങോട്ടാ പോകുന്നത്? പോയി കാണണ്ടേ? അത് ആശുപത്രി പോയാലും കണ്ടൂടെ? എന്റെ വണ്ടി ഇതുപോലെ. ഇത് പറയണ കേട്ടോ, വാട്സാപ്പിലെ ഒറ്റയ്ക്കേ ഉള്ളു. ബ്രേക്കും ക്ലച്ചും എല്ലാം ഞാൻ തന്നെ വെക്കണമെന്ന്. പിന്നെന്തോന്നു? ഏയ് അതെ, എത്ര സമയം ഞാൻ ഇവിടെ നിൽക്കണോ? വല്ലതും നടക്കുവോ? സരസപ്പൻ ഇപ്പം വരും. താൻ അവിടെ പോയിരിക്കും. സിംഗപ്പൂർ ആശാൻ ആശാനെ, സരസപ്പൻ വന്നാ? എവിടുന്ന്? കറണ്ട് ഓഫീസിൽ അടയ്ക്കാനുള്ള രൂപയും ബില്ലും കൊടുത്ത് ഇന്നലെ വിട്ടത് ആരണം കെട്ടവന്. എവിടെ തിരക്കാൻ പോയി ആർക്കറിയാം? കേട്ടാ, ഇനി പണമടയ്ക്കാത്ത എന്റെ ഫീസെങ്ങാനും ഊരിയാൽ കത്രിക പിടിക്കുന്ന വിരളിനും വെട്ടും. സരസപ്പന്റെ വിരള് വെട്ടിയാ പിന്നെ ആശാൻ എങ്ങനെ കഞ്ഞി കുടിക്കും? എന്താ അവന്റെ വിരലുകൊണ്ടാണോ ഞാൻ കഞ്ഞി കുടിക്കുന്നത്? പിന്നല്ലാതെ. ഇയാൾക്ക് കണ്ണും കാതും കാണാതെ മുടിവെട്ടാൻ വരുന്നവരുടെ ചുണ്ടും മൂക്കും വെട്ടുന്നതല്ലേ പരിപാടി. ഇത് കണ്ട, എന്റെ മീശ വെട്ടാൻ വന്നതാ. മേൽച്ചുണ്ടാ വെട്ടിയിരിക്കുന്നത്. ഇയാൾക്കൊന്നും അറിഞ്ഞുകൂടന്നേ. എടാ, വണ്ടി നന്നാക്കാതെ എനിക്ക് കുടുംബത്തിൽ കയറാൻ പറ്റില്ലെന്ന്. നീ ഒന്ന് സമാധാനപ്പെടും.
എന്തായാലും സന്ധ്യ ആവുമ്പോ നിങ്ങളുടെ ക്ലബിലവൻ വരാറുണ്ടല്ലോ മേളം കൊട്ടാൻ. ഇന്നലെ അവൻ വന്നിട്ടുണ്ടായിരുന്ന എന്റെ അമ്മച്ചി സത്യമായിട്ട് ഇന്നലെ വന്നിട്ടില്ല. അതെ, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സരസപ്പനോടൊന്ന് ശരിയാക്കി വെക്കാൻ പറ. അയ്യോ എന്റെ തല എന്താ ബുൾസൈ പോലെ നാളെ അരങ്ങേറ്റണ്ടേ. മരം കേറ്റോ? ഇയാള് രക്ഷപ്പെട്ട്. ആ ഇവൻ രക്ഷപ്പെട്ട് മറ്റവൻ രക്ഷപ്പെടുന്നതിന് മുമ്പ് അവൻ നമുക്ക് പോക്കണം. വാ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, വവ്വാലിന് ജുബേം ഉണ്ട് ഇട്ട മാതിരി. നിക്കടാ. അയ്യോ സരസപ്പ നിക്കാൻ. വണ്ടിയുടെ പാർട്സ് വാങ്ങാനായിട്ട് 1000 രൂപ വാങ്ങിച്ചിട്ട് മുങ്ങുന്നോടാ. ഒന്ന് മാറാ കതിരെ. എന്നെ എടുത്തോണ്ട് പോണം. എടാ, നിക്കാൻ. ഞാൻ കോപ്പ് നിൽക്കും. മര്യാദയ്ക്ക് നിക്കാൻ. എനിക്ക് ഇത്തിരി മര്യാദ കുറവാടാ. അതല്ല നിനക്ക് എന്റെ പുറകിൽ കിടന്ന് ഓർമ്മത്. സരസപ്പ എന്നെ എങ്ങനെ ഇട്ട് ഓടിക്കരുത്. എന്റെ മൂത്രത്തിലെ കല്ലളക്കും. ഇതിനൊരു എളുപ്പ വഴിയുണ്ടല്ല. ആ ഇത് തന്നെ അമ്മാ കേറ്റോണ്. സമേ ശരണമയ്യപ്പ. ഇവൻ ഇത് എങ്ങോട്ട് കേറിപ്പോണം. അയ്യോ. ഒരു കയറ്റം. പിന്നെ നിക്കാ. നിക്കാനേ. ദൈവമേ, കാട്ടിലെത്തിയ. അയ്യോ ആ, അയ്യോ ഇന്ന് കൊല്ലും ഞാൻ. നിക്കടാ അവിടെ. വഴി ബ്ലോക്കായി. പിടി പ്രകാശ. നീ എവിടെയാടാ ഞാൻ ഓടിയത്? ആനയെ കണിയാൻ വേണ്ടി ഓടിയതാ. ആണോ? അയ്യോ ആന. പൈസ മേടിച്ച് പറ്റിച്ച് കിടക്കണ പന്നി. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ സത്യം പറയാം. ആ, പറ. കാശ് അണ്ടർവെയറിന്റെ പോക്കറ്റില്ല. അവിടെ ഇവിടെ പിടിക്കല്ലേ, ഞാൻ അണ്ടർവെയർ ഇട്ടിട്ടില്ല. പിന്നെ അത് എവിടെയാടാ? അണ്ടർവെയർ അങ്ങ് സർല ചേച്ചിയുടെ നീ വീട്ടില്ല. എന്തിനാടാ അത് സരള ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് ഞാൻ വെച്ചത്? അവിടെ കൊണ്ട് വെച്ചതല്ല. മിനിഞ്ഞാന്ന് രാത്രി ഞാനൊരു സ്വകാര്യം പറയാൻ വേണ്ടി പോയതാ. സ്വകാര്യം പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴും ഓർത്തത് അണ്ടർവെയർ അവിടെ ആയി പോയെന്ന്. സരളയുടെ വീട്ടിൽ ആ, നടക്ക്. ഇനി ഞാൻ അച്ഛനോട് എന്ത് പറയും? സരളയുടെ അടുത്താന്ന്. അയ്യേ. ഇന്ന് മുതൽ ഈ അണ്ടർവെയർ ഊരിയിട്ടിട്ടുള്ള സ്വകാര്യം പറച്ചിൽ നിർത്തിക്കോളണം. സത്യം. അയ്യോ സരള ചേച്ചി ചീന്തിക്കൊണ്ടിരിക്കുക. നല്ല സമയം. അച്ഛൻ എടുത്തുണ്ടോ? നീ വന്നില്ലേ? ഓ നിധി എടുക്കാനൊന്നുമല്ലല്ലോ, അണ്ടർവെയർ എടുക്കാനല്ലേ. ഓ എടുത്തുണ്ട് വാടാ. വാടാ. ഭാഗ്യം സരള മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യം ചെല്ലാം. ഡേ ഓവർടേക്ക് ചെയ്യരുത്, പതുക്കെ. നിന്ന്. ഓ, നീ ആദ്യം ചെല്ല, എനിക്കിത് പരിചയമില്ല. എന്താണ് ഇവിടെ അണ്ടർവെയർ പിരിവ്. അണ്ടർവെയറിന്റെ പിരിവോ? അല്ല ഈ ക്ലബിന്റെ പിരിവിന് കൊണ്ട് വന്നതാ. പിന്നെന്തിനാ തിരിച്ചു പോയത്? അല്ല, ഇവിടെ ആരെയും കണ്ടില്ല, അതുകൊണ്ടാ തിരിച്ചു പോയത്. അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ? അതല്ലേ തിരിച്ചു വന്നത്. ആ അതിരിക്കട്ടെ. പിരിവായിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല, ചേട്ടന് ഇഷ്ടമുള്ളത് തന്നാ മതി. ചേട്ടന്റെ ഈ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യോ? ചേട്ടൻ ഈ വണ്ടി തുടയ്ക്കുന്നതല്ലാതെ ഓടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. ഓ ഒരു ദിവസം ഞാനും ഇതൊന്ന് ഓടിക്കൂടാ. വെറുതെ കള്ളം പറയല്ലേ പോഴുന്നേറ്റ്. ഈ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും? തീരെ കുറവാ. ആണോ? ഓടി പൊടി 36. അത് ശരി. നീ എന്താ കഥകളി കാണിക്കുന്നത്? അല്ല, എന്റെ അണ്ടർവെയർ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. നിന്റെ അണ്ടർവെയർ എങ്ങനെ ഇവിടെ വരുന്നേ? അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ സരള ചേച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോന്ന് അറിയാൻ വേണ്ടി വന്നതാ. അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല. അതെന്റെ ആശാന്റെ. എന്റെ അണ്ടർവെയർ തന്നെ വിടില്ല. പിന്നെയാണോ നിന്റെ അണ്ടർവെയർ? ഒന്ന് പോടാ. വേണ്ട, ഈ പ്രശ്നത്തിലൊരു കോംപ്രമൈസ് പറയാൻ വാസുവേട്ടൻ മെനക്കെടണ്ട. പിള്ളേരല്ലേ കുറിപ്പേ, കണ്ണന്തടിക്ക് മുണ്ടന്തടിയായിട്ട് നിന്നാൽ അവർക്ക് വാശി കൂടും. വാശിയോ? എന്നോടോ? ദേ അത് നോക്കി, കണ്ടോ? സ്കൂട്ടർ പണിമുടക്കിയ അന്ന് മുതൽ ചോറ്റുപാത്രം തൂക്കി അവള് ഷട്ടലടിക്കുക. അതുകൊണ്ടാ പറഞ്ഞത് ഇക്കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലെന്ന്. ആ വാസുവേട്ടാ, നല്ല അവിയലും സാമ്പാറും ഒക്കെ ഉണ്ട്. പെട്ടെന്ന് കൈകഴി ഇങ്ങോട്ടിരുന്ന് ഒരു പിടി അകത്താക്കാം. എന്റെ ഊടിന് സമയമായിട്ടില്ല. അല്ല, ഇതിന് ശാരദാമ്മ എന്തിനാ കാല് കഴിക്കുന്നേ? രാധാകൃഷ്ണനെ വിട്ട് എടുപ്പിച്ചാ പോരെ? ആ അതെങ്ങനെ? ഞാൻ കൊണ്ടൊന്ന് വിളമ്പി കൊടുത്ത മുതലാളിക്ക് അലർജി അല്ലേ? ഓഹോ, ചെവി ഇങ്ങോട്ട് കൂർപ്പിച്ചു വെച്ചിരിക്കണോ? മര്യാദക്ക് പണി ചെയ്യാൻ നോക്കടാ. അതെങ്ങനെ? അവന്റെ കൈ കൊടുത്തയച്ച എന്തെങ്കിലും ഒന്ന് കഴിച്ചു എന്ന് വരുത്തിട്ട് തിരികെ കൊടുത്തയക്കും. ആ എന്ത് ചെയ്യാ, എല്ലാം നോക്കി നടത്തേണ്ട ഒരുത്തം വെറുതെ കാള കളിച്ച് നടക്കുകയല്ലേ. അവന്റെ പ്രായം അതല്ലേ കുറിപ്പേ? എന്തു പ്രായം? 18ാമത്തെ വയസ്സ് മുതൽ പണിയെടുക്കാൻ തുടങ്ങിയവനാ ഞാൻ. കൈ കഴുകി ചെന്നിരുന്നാൽ എന്തെങ്കിലും ഉണ്ണണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം. ഇതിപ്പോ അതുമല്ലതും അറിയണോ? സമയാസമയത്ത് വരിക, വെട്ടി വിഴുക, ക്ലബും കലാസമിതി എന്നും പറഞ്ഞു ഊരി ചുറ്റുക. അല്ലാതെ എന്താ പണി? പ്രകാശിന് ഇപ്പൊ ദോഷ സമയ. 1 കൊല്ലം കൂടി കഴിയണോന്നാ പണിക്കര് പറയുന്നേ. എന്റെ ഒരു പണിക്കര് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എവളൊറ്റ ഒരുത്തി അവന്റെ ഭക്ഷണത്തരത്തിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത്. എല്ലാം മാറും, താ നോക്കിക്കോ. എന്തായാലും സ്കൂട്ടർ നന്നാക്കിയിട്ടേ പണി കിടക്കാവൂന്ന കൽപ്പനയൊന്ന് പിൻവലിക്കണം. എന്തോ അബദ്ധം പറ്റിയതാ. അവന് നല്ല വിഷമമുണ്ട്.